നമസ്കാരം. ഉറക്കെ ഉച്ചത്തിൽ ഇലക്ഷൻ സ്പെഷ്യലിലേക്ക് സ്വാഗതം. ഇടുക്കിയിലാണ്, തൊടുപുഴയിലാണ്, ഹൈറേഞ്ചിൻ്റെ കവാടമാണ്. സർവോപരി ഈ സീറ്റ് മോഹിച്ച പി ജെ ജോസഫിൻ്റെ സ്വന്തം നാടാണ്. നമുക്ക് ചോദിക്കാം തെരഞ്ഞെടുപ്പ് സ്പന്ദനങ്ങൾ. മനോജ് കോക്കാട്ട്, KPCC മൈനോറിറ്റി സെല്ലിൻ്റെ സംസ്ഥാന കോർഡിനേറ്ററാണ്. കയ്യിലിരുന്ന് ഇടുക്കി മണ്ഡലം പോയതെങ്ങനെ? അല്ല, അത് വ്യാജ പ്രചരണം ബോധപൂർവമായിട്ട് അഴിച്ചുവിട്ട് പട്ടയത്തിന്റെ പേരിലും കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ പേരിലും ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ജനങ്ങൾ ആ വഞ്ചന തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. 5 വർഷം എടുത്തു. 5 വർഷമാണല്ലോ നമ്മുടെ ഒരു സംവിധാനത്തിൽ 5 വർഷം അവർക്ക് കൊടുത്തു പോയല്ലോ. ശരി, ഇനി മറിച്ചൊരു സംവിധാനത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു തെരഞ്ഞെടുപ്പിനെ ജനം വേഴാമ്പലിനെ പോലെ നോക്കി നിൽക്കുകയാണെന്നോ. തൊഴിലവസരങ്ങൾ 10 കോടി കൊടുക്കുമെന്ന് പറഞ്ഞു, റാഫേൽ അഴിമതി, അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ തിരിച്ചു വരികയും ചെയ്യാം. കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ വാഗ്ദാന ലംഘനങ്ങളാണ് കഥ. സാറിൻ്റെ പേര്? എൻ്റെ പേര് ബാബു പരമേശ്വരൻ, മുനിസിപ്പൽ കൗൺസിലറാണ്. അതെ. കേന്ദ്ര ഭരണം മാറണം എന്നാണ് കോൺഗ്രസ് പറയുന്നത്. മാറണോ? കോൺഗ്രസിൻ്റെ അഭിപ്രായം അതായിരിക്കും. പക്ഷേ ഇത് തീരുമാനിക്കുന്നത് ഇന്ത്യയിലെ 130 കോടി ജനങ്ങളാണ്. ഏറ്റവും പുതിയതായിട്ട് 12 കോടി ജനങ്ങൾക്ക്, കൃഷിക്കാരുടെ കാര്യം ആരും പറയാനില്ല. അവർക്ക് വേണ്ടിയിട്ട് പ്രധാനമന്ത്രിയുടെ സമ്മാൻ പദ്ധതിയിൽപ്പെടുത്തി തൊടുപുഴ തന്നെ 15,000 20,000 കൃഷിക്കാർക്ക് 2,000 രൂപ വെച്ച് കിട്ടിക്കഴിഞ്ഞു. അതിനായിട്ടുള്ള അപേക്ഷകൾ ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ മാത്രമല്ല, സാധാരണ ജനങ്ങൾക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് ബാങ്കിൽ ചെല്ലുന്നു. അവർക്കുള്ള ആനുകൂല്യങ്ങൾ അതിനകത്ത് ഇടനിലക്കാരില്ല. ആ ഇടനിലക്കാരില്ലാത്തതുകൊണ്ട് അവർക്ക് വീട്ടിലിരുന്ന് കഴിഞ്ഞാലും ബാങ്കിൽ അവരുടെ പൈസ ചെല്ലുന്നു. ഇത് വലിയൊരു കാര്യമാണ്. നമുക്ക് വിശദമായ ചർച്ചയിലേക്ക്, ആശയത്തിലേക്ക് തിരിച്ചെത്താം. കർഷക തൊഴിലാളികൾ, ഓട്ടോറിക്ഷക്കാർ, ഇങ്ങനെ സമൂഹത്തിൻ്റെ നാനാ മേഖലയിലുള്ളവർക്ക് കിട്ടേണ്ടത് വീട്ടിൽ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നിങ്ങൾ എന്ത് വാഗ്ദാന ലംഘനത്തിൻ്റെ കഥയാണ് പറയുന്നത്? സാമത്, വീട്ടിൽ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പം വീട് ഒലിച്ചു പോയ 10,000-കണക്കിന് കർഷകർ അധിവസിക്കുന്ന ഒരു ജില്ലയാണ് നമ്മുടെ. എന്ന് പറഞ്ഞാൽ ഇന്നും ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന ആ വീടിൻ്റെ ഗ്രഹനാഥൻ പോലും ഒഴുകിപ്പോയിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരം പോലും കിട്ടാത്ത ജില്ലയാണ് ഇടുക്കി. കേന്ദ്രത്തിൽ ലോക്സഭയിൽ 2 MP മാരുണ്ടായിരുന്നു BJP. ഇന്ന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം, മുന്നണിക്കാണെങ്കിൽ വലിയ ഭൂരിപക്ഷം. എങ്ങനെ ഇത് സാധിച്ചു? എങ്ങനെ ഇതുണ്ടായി? അത് നമ്മുടെ കോൺഗ്രസ് പാർട്ടിയുടെ ആ ഒരു കാലഘട്ടത്തിലെ മിസ്മാനേജ്മെന്റിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള എന്ന് പറഞ്ഞാൽ, അത് ആ കാലഘട്ടത്തിലെ ചില കാര്യങ്ങളൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അന്നത്തെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു. ഈ കയ്യിലിരുന്ന 2 ടേം ഭരിച്ച UPAക്ക് കോൺഗ്രസിന് ഭരണം പോയതെങ്ങനെ? ആ പ്രചാരണത്തിൽ ജനങ്ങൾ വീണതെങ്ങനെ? ജനം എന്തുകൊണ്ട് വിശ്വസിച്ചു? അതിന് സാഹചര്യം ഉണ്ടാക്കിയത് UPA കോൺഗ്രസും അല്ലേ? വലിയൊരു വിവാദമാണല്ലോ ഉണ്ടായിട്ടുള്ളത്. അതായത് വോട്ടിംഗ് മെഷീനിൽ നടന്ന കൃത്രിമം ഞങ്ങളുടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിൽ ഉന്നയിക്കുകയും, രാഹുൽ ഗാന്ധി പ്രസിഡന്റായി 1 വർഷമായപ്പോഴത്തേക്ക് 3 പ്രധാന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തി. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്. അവിടെയും വോട്ടിംഗ് മെഷീനാണ് ഉപയോഗിച്ചത്. ഇരുനില മൂർച്ചയുള്ള വാളാടി വീശുന്നത്. വിവരാവകാശ നിയമപ്രകാരം ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയാൻ വേണ്ടി രാജ്യത്ത് പ്രധാനമന്ത്രിയോട് ചോദിച്ചിട്ടുണ്ട്. ഒന്നിനും ഒരു മറുപടിയും തന്നിട്ടില്ല. ഇപ്പം സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ജനങ്ങളെ വഞ്ചിക്കുന്നതിന്റെ 100 ഉദാഹരണങ്ങളുണ്ട്. വിശദമായിട്ട് ഒരു കാര്യം BJPക്ക് ഇതിന് മറുപടി പറയാൻ അവസരം കൊടുക്കണമല്ലോ. നമ്മുടെ ഇപ്പോൾ കൃഷ്ണകുമാറുണ്ട്, BJPയുടെ ജില്ലാ സെക്രട്ടറിയാണ്. വാഗ്ദാന പെരുമഴ നടത്തി, വാഗ്ദാന ലംഘനം നടത്തി, ജനങ്ങളെ പറ്റിച്ചു, വഞ്ചിച്ചു അധികാരത്തിൽ വന്ന സർക്കാരാണോ ഇത്? BJP 2014 ശരി, 19 ശരി, വാഗ്ദാന പെരുമഴയോ വാഗ്ദാന ലംഘനമോ ഒന്നും BJP നടത്തുന്നില്ല. സത്യം ജനങ്ങളിലേക്ക് പറയുന്നു. സത്യത്തെ സത്യമായി ജനങ്ങളിലേക്ക് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന പ്രതീകത്തെ മുൻനിർത്തി ഞങ്ങൾ പറയുന്നു. ജനങ്ങൾ 2014 മുമ്പ് 60 വർഷം സ്വതന്ത്ര ഇന്ത്യയിൽ 60 വർഷം കോൺഗ്രസ് ഭരിച്ചത്, ശരിയല്ലേ? കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുമാണ് ഭാരതം ഭരിച്ചത്. ഇവര് തന്നെ പറയുന്നു പട്ടിണി ഇന്ത്യയിൽ തുടരുന്നു, വീടില്ലാത്ത ജനങ്ങളുണ്ട്, ശുചിത്വമില്ലാത്ത അവസ്ഥ ഭാരതത്തിലുണ്ട് എന്ന് ഇവര് തന്നെ പറയുന്നു. ഈ 60 വർഷക്കാലം ഇതുണ്ടെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദി? ഒരു വലിയ പട്ടിക നിർത്തിയിരുന്നു. തൊഴിലവസരം, വലിയ രീതിയിലുള്ള വളർച്ച, പിന്നെ സാമ്പത്തിക രംഗത്ത് വളർച്ച, ഇങ്ങനെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ വീതം വരും എന്ന് പറഞ്ഞിരുന്നു. ഇതൊന്നും നടന്നില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ഇലക്ഷൻ ആയപ്പോഴത്തേക്ക് 2,000 രൂപയെ കൊടുത്തത് കർഷകർ ആത്മഹത്യ പെരുകിയപ്പോൾ. അത് കൃത്യമായിട്ട് ഹിന്ദി മനസ്സിലാക്കുന്ന ആളുകളോട് നരേന്ദ്രമോദിയുടെ പ്രസംഗം ഒന്ന് കേൾക്കുക. 15 ലക്ഷം രൂപ ഞാൻ പ്രധാനമന്ത്രിയായാൽ നിങ്ങൾക്ക് തരാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ അത് പരിശോധിക്കാം. പിന്നെ എന്താണ് അദ്ദേഹം പറഞ്ഞത്? കോടിക്കണക്കിന്
വിദേശ നിക്ഷേപം കള്ളപ്പണമായിട്ട് ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ വിദേശത്ത് നിക്ഷേപിച്ചിട്ടുണ്ട്. അത് തിരിച്ചു കിട്ടിയാൽ ഏകദേശം ഒരാൾക്ക് ഇത്ര എമൗണ്ട് വീതം എന്നുള്ള രീതിക്കുള്ള അത്രയും തുക പുറത്തുണ്ട്. ഇതിന്റെ കണക്ക് നമ്മൾ അന്വേഷിക്കുന്നു. മനോജ്, ഹിന്ദി അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ വെറുതെ വർത്താനം പറയരുത്. ഹിന്ദി അറിയാമെന്നുള്ളവർ പറയുന്നു 15 ലക്ഷം രൂപ തരാമെന്നൊന്നല്ല മോദി പറഞ്ഞത്. ഈ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓരോ ഇന്ത്യക്കാരനും 15 ലക്ഷം രൂപ വീതം കിട്ടാവുന്ന അവസ്ഥ സംജാതമാകും എന്നോ മറ്റാണ് ഉദ്ദേശിച്ചത്. 2, അതിഭീകരമായ 2G സ്പെക്ട്രം അടക്കമുള്ള അഴിമതിയെക്കുറിച്ച് പ്രചാരണം നടത്തിയിട്ടാണ് മോദിയും BJP അധികാരത്തിൽ വന്നത്. 60 വർഷം നിങ്ങൾ ഭരിച്ചതിൻ്റെ അനന്തരഫലമാണ്. BJP പ്രവർത്തകരെ വളരെ ബോധപൂർവമായിട്ട് സമൂഹത്തിൽ കുപ്രചരണങ്ങൾ നടത്താൻ വേണ്ടി ട്രെയിനിങ് കൊടുത്ത് ഇപ്പോൾ ഇലക്ഷനായി പറഞ്ഞ് അയച്ചിരിക്കുകയാണ്. യാതൊരു അംശവുമില്ല. നമുക്കറിയാം ഇവിടെ അഴിമതിയുടെ ഒരു ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് BJP ഗവൺമെന്റ് വലിയൊരു ക്യാമ്പയിൻ നടത്തി അധികാരത്തിൽ വന്നത്. ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരടക്കമുള്ള ആളുകള് സ്വിസ് ബാങ്ക് അക്കൗണ്ടില് പണമുണ്ട് എന്നും ആ കള്ളപ്പണത്തെ മോഡി അധികാരത്തിൽ വന്നാൽ തിരിച്ചു പിടിക്കുമെന്ന് ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞു പ്രചരിപ്പിച്ചിരുന്നു. ഒരു റുപ്പിക ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു ബൂത്ത് പ്രസിഡന്റ് പേരിൽ ഒരു റുപ്പിക സ്വിസ് ബാങ്കിൽ നിന്ന് പിടിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? 2G സ്പെക്ട്രവുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് UPA ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ട് അഴിമതി ഉണ്ടായി. ആ അഴിമതിയുടെ പ്രശ്നമുണ്ടായപ്പോൾ നമുക്കറിയാം ദക്ഷിണേന്ത്യയിലെ പ്രധാന കക്ഷിയുടെ നേതാവിന്റെ മകളടക്കം കേന്ദ്രമന്ത്രിയടക്കം തീഹാർ ജയിലിൽ പാർപ്പിച്ചത് ഈ കോൺഗ്രസ് ഗവൺമെന്റാണ്, UPA ഗവൺമെന്റാണ്. ഇവിടെ ഗാർഹിക ഉപയോഗത്തിന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന LPGയുടെ വില എത്ര കണ്ട് ഉയർന്നു? നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സമൂഹത്തിന്റെ മേഖലയിലും വലിയ സ്പന്ദനങ്ങൾ ഉണ്ടാക്കുന്ന ഫ്യൂവൽ, ആ ഫ്യൂവലിന്റെ വില എത്ര കണ്ട് കൂടി? ഈ ലോകത്തിലെ ഏഷ്യൻ രാജ്യങ്ങളിൽ എല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അധികം നികുതി ഈടാക്കിക്കൊണ്ട് ഫ്യൂവലിന് അധിക ചാർജ് ഈടാക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ശരി, അതായത് ഈ BJP-ക്കാരെ ഇലക്ഷൻ ആയപ്പോഴത്തേക്ക് നല്ല കൃത്യമായി ട്രെയിനിങ് കൊടുത്ത് ഈ കുപ്രചരണം നടത്താനും കോൺഗ്രസിന്റെ വാദഗതികൾ മുനയൊടിക്കാനും ഉള്ള ശ്രമമാണെന്നാണ് കോൺഗ്രസ് ആക്ഷേപിക്കുന്നത്. ആ കുപ്രചരണങ്ങളിലൊന്നും ജനങ്ങൾ വീടില്ല എന്ന് പറയുന്നു. ആയിരക്കണക്കിന് പേർ കാത്തിരിക്കുകയാണ്. അല്ലല്ലോ, പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറഞ്ഞ് ഭവനമില്ലാത്തവർക്ക് 2 സെന്റ് സ്ഥലമുള്ളവർക്ക് 2.5 ലക്ഷം രൂപ കൊടുത്ത് ഈ തൊടുപുഴ നഗരസഭയിൽ തന്നെ ഏകദേശം 400ഓളം പേര് ഭവനരഹിതരായിട്ടുള്ള തൊടുപുഴ നഗരസഭയിൽ 400ഓളം പേര് വീട് വെച്ചു. ഇതെവിടുന്ന ഈ പൈസ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് വരുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന അല്ല. ഇപ്പൊ ഈ പുൽവാമ ഭീകരാക്രമണം അടക്കമുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ നേട്ടത്തിനായിട്ട് BJP ഉപയോഗിക്കുന്നു ഒരു ആക്ഷേപം. ഒരിക്കലുമില്ല. ബോംബെയിൽ അക്രമം നടന്നു. ഏറ്റവും കൂടുതൽ നരഹത്യ ചെയ്യുന്ന ബോംബെ താജ് ഹോട്ടലിൽ അക്രമം. പക്ഷെ പ്രതികരിക്കാൻ ഇന്ത്യ അന്ന് ഭരിച്ചിരുന്ന ആരാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒന്നും പ്രതികരിച്ചില്ല. അടി കൊടുത്താൽ മാത്രമേ അത് അവസാനിക്കുകയുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഏത് ഗവൺമെന്റ് ആയിക്കോട്ടെ, ഇതിപ്പോ BJP ആയിക്കോട്ടെ, നിരന്തരമായിട്ട് നമ്മുടെ ഇന്റേണലായിട്ടുള്ള ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാക്കിയപ്പം ആദ്യം തന്നെ അടി കൊടുത്തായിരുന്നെങ്കിൽ അത് അവസാനിച്ചു. പക്ഷേ അടി കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാൻ ഏതാണ് ഈ ശരി? ജനങ്ങൾ നിശ്ചയിക്കട്ടെ. ശരി, ഞാൻ പറയാം. അടിക്ക് തിരിച്ചടി കൊടുക്കാനുള്ള ചങ്കൂറ്റം UPA കാണിച്ചില്ലെന്നുള്ളതാണ് BJP-യുടെ ആക്ഷേപം. 2, അതിന് പിൻബലമായി പല വിരമിച്ച സൈനികരുടെ, പ്രത്യേകിച്ച് എയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെയും വെളിപ്പെടുത്തലുണ്ട്. അവർ തയ്യാറായിരുന്നു ഇതുപോലെ സെലക്റ്റീവായിട്ട് സ്ട്രൈക്ക് നടത്താനുള്ള സർവ്വസജ്ജരായിരുന്നു അവർ. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്നതിനടുത്താണ് ഈ പുൽവാമ ആക്രമണം നടന്നത്. ഇതിനു മുമ്പ് എന്തുകൊണ്ട് ഇങ്ങനൊരു ആക്രമണം ആരും അറിഞ്ഞില്ല? ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന രാജ്യത്ത് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയൊരു വൻ ശക്തിയിൽ ഒന്നാണ്. എന്നിട്ട് ഇത്രയും വലിയൊരു ശക്തിക്ക് അവിടെ ഒരു ഭീകരൻ നുഴഞ്ഞു കയറിയെങ്കിൽ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് റിപ്പോർട്ടും ഈ പറഞ്ഞ മേജർ ബ്രിഗേഡിയറൊക്കെ ഉള്ള ഈ രാജ്യത്ത് അല്ലെങ്കിൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്റർ ഉൾപ്പെടെയുള്ളവർക്ക് അതായത് ഈ ടൈമിംഗ് എന്ന് പറയുന്നത് വളരെ ടൈമിംഗ് മാത്രമല്ല, രാജ്യത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ജനങ്ങളെ പറ്റിക്കുന്നത് BJP-യുടെ ആദ്യത്തെ ഒരു ഏർപ്പാടല്ല. ഇവിടെ നോട്ട് നിരോധനം ഇവർ 1 വർഷം മുമ്പ് കുറെ നേതാക്കന്മാരോട് പ്ലാൻ ചെയ്തു.
ഒരു 8-ാം തീയതി രാത്രി ഒരു 8-ാം തീയതി ഇത് എന്തുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പലതും അറിയാനുണ്ട്. അത് ചോദിക്കുന്നവരുടെ ഇദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ പട്ടാളത്തെ അപമാനിക്കരുത്. ബാക്കി സംസാരിക്കുന്ന ആ ചേട്ടന്റെ ആദ്യം 2 മറുപടി ഞങ്ങൾക്ക് പറയാനുണ്ട്. ജനാധിപത്യപരമായിട്ട് മര്യാദയുടെ ഭാഷയിൽ ഞങ്ങൾ പറയട്ടെ. അതായത് അദ്ദേഹം ആദ്യം തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് മെഷീനെ കുറിച്ച് പറഞ്ഞു. രാഹുൽ ഗാന്ധി പോലും അങ്ങനെ ഒരു ആരോപണം ഇപ്പൊ ഉന്നയിക്കുന്നില്ല ചേട്ടാ. നിങ്ങളെ ഇപ്പൊ ഈ നഴ്സറി പിള്ളേരെ പോലെ നിങ്ങളെ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ചുമ്മാ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. വോട്ടിംഗ് മെഷീനെ കുറിച്ചുള്ള ആരോപണം വോട്ടിംഗ് മെഷീൻ രാഹുൽ ഗാന്ധി പോലും ഇപ്പൊ അത് പറയുന്നില്ല. ഒന്ന് ഇപ്പൊ രാഹുൽ ഗാന്ധി പോലും അത് പറയുന്നില്ല. കാരണം നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് നരേന്ദ്രമോദി നേതൃത്വം കൊടുത്ത ഗവൺമെന്റ് അല്ല, UPA. പിന്നെ ഇങ്ങനെ ഇപ്പോൾ ഇത് ഞങ്ങളുടെ ബാബുചേട്ടൻ പറഞ്ഞ പോലെ മിലിറ്ററി ആളുകളെ അപമാനിക്കുന്ന അല്ല, നിങ്ങൾ എന്തിനാ സൈന്യത്തെ അപമാനിക്കുന്നത്? സൈന്യത്തെ അപമാനിച്ചില്ല, പറയട്ടെ. പേരില്ല ഓരോ BJP-കാരന്റെയും ഫോട്ടോ വെച്ച് ഫ്ലക്സ് അടിച്ചു വെക്കുന്ന BJP-കാരാണ് രാഷ്ട്രീയമായി ചെയ്യുന്നത്. ഈ ഇന്ത്യ രാജ്യത്ത് കോമണായി അനുഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ആർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതാണ്. അതാണ് ഒരു ഭരണത്തിന് കീഴിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി മാറിയിരിക്കുന്നത്. സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് ഇപ്പോൾ നിലവിലില്ല. അപ്പൊ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഭരിക്കുന്ന ഭരണാധികാരികള് ശത്രു രാജ്യത്തെ അറ്റാക്ക് ചെയ്യാൻ ശേഷി കാണിച്ചില്ല എന്നുള്ള ഒരു അവതരണം ഇവിടെ BJP നടത്തുന്നത്. ഇവിടെ ഇന്ദിരാഗാന്ധിയെ വിസ്മരിച്ചിട്ട് വർത്താനം പറയേണ്ട കാര്യമുണ്ടോ? BJP ഇന്ന് രാഷ്ട്രീയം കളിക്കുന്നത് പട്ടാളക്കാരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. പട്ടാളക്കാരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സ്നേഹിത സൂചിപ്പിച്ചതോടെ ഈ 5 ചെക്ക് പോസ്റ്റുകൾ കടന്നുകൊണ്ട് കാശ്മീരിലെ ഈ പറയുന്ന നിർദ്ദിഷ്ട സ്ഥലത്ത് ഇത്രയും ടണ്ണ് സ്ഫോടന ശേഷിയുള്ള ആയുധങ്ങളുമായി അതൊരു വലിയ ചോദ്യമാണ്. നമ്മൾ ഒരു മിനിറ്റ് ഞാൻ ചോദിച്ചോട്ടെ. ഒരു മിനിറ്റ് ചേട്ടാ, ബാബുചേട്ടാ, ഒരു മിനിറ്റ്. അതായത് നമ്മളിപ്പോൾ തിരിച്ചടി കൊടുത്ത ചങ്കൂറ്റത്തെ കുറിച്ച് പറയുന്നു, പട്ടാളത്തെ ചൊല്ലി അഭിമാനം കൊള്ളുന്നു. ഇത്രയും സ്ഫോടക വസ്തു അതിർത്തി കടന്നു വന്ന് വളരെ സൗകര്യപ്രദമായിട്ട് അവിടെ ഒരുക്കി ഈ പാവം CRPF-കാരുടെ കോൺവോയ് വരുന്നത് വരെ അവരൊരുക്കിയിരുന്നു. വന്നപ്പോൾ കൃത്യമായിട്ട് അതിലേക്ക് ഇടിച്ചു കയറ്റി ഈ ഇത്രയും ജീവൻ ബലി കൊടുക്കുന്ന അവസ്ഥ കൃത്യമായിട്ടൊരു ഇന്റലിജൻസ് ഒരു പാളി ചെയ്യില്ലേ? അതിലൊരു തോൽവി. ഇന്നർ ജമ്മു കാശ്മീരിലെ പുൽവാമ പോലെയുള്ള സ്ഥലത്തു നിന്നുള്ള അവിടുത്തെ സ്വദേശികൾ ആയിട്ടുള്ള ചില തീവ്രവാദ ഗ്രൂപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ പിന്തുണ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് തെളിഞ്ഞതാണ്. അവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള പിന്തുണകൾ വഴിയായിരിക്കാം അവിടെ എത്തിച്ചത്. അത് കൃത്യമായി 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് അതിന്റെ അന്വേഷണങ്ങൾ പൂർത്തീകരിച്ചു. കുറച്ച് നേരമായിട്ട് ബാബുചേട്ടൻ കൗൺസിലർ അല്ലേ? BJP-യുടെ കൗൺസിലർ, പണ്ട് മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു. ഏത് പാർട്ടിയുടെ? ഞാൻ UDF-ന്റെ ആയിരുന്നു. ചേട്ടൻ എങ്ങനെ BJP ആയി? അത് കാലത്തിന്റെ മാറ്റം വെച്ചിട്ട് മാറേണ്ടി വന്നു. അത് അങ്ങനെ എനിക്ക് പറയാൻ പറ്റൂ. നിങ്ങൾ എന്നെ BJP ആക്കിയെന്നാണ്? സംശയമില്ല. പ്രളയം തകർത്ത കേരളത്തിന് കേന്ദ്രം കൊടുക്കാനുള്ളത് കൊടുത്തില്ല, പുറത്തുനിന്ന് സഹായം തേടാൻ ശ്രമിച്ചപ്പോൾ അതും തടഞ്ഞു എന്നൊരു ആക്ഷേപമില്ലേ? കേന്ദ്രം കൊടുത്ത പൈസ എന്ത് ചെയ്തു? 10,000 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കിട്ടാത്ത അനേകം പേരുണ്ട്. ഏറ്റവും നശിച്ചു പോയ റോഡുകൾ ഇടുക്കിയിൽ ഹൈറേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ഒരു റോഡുകളുടെ നേരെയും ഇതുവരെ യാതൊരു രീതിയിൽ ടൗണിലെ റോഡുകൾ വരെ നന്നാക്കാനോ അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് അത്യാവശ്യമായിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കുന്നതിനോ വീട് വെച്ചു കൊടുക്കുന്നതിനോ നടപടിയില്ല എന്നുള്ളത് നമ്മളെല്ലാം സമൂഹത്തിലുള്ളവരാണ്. പേര് നിഷാദ്, പാർട്ടിയുടെ CPI-യുടെ തൊടുപുഴ ലോക്കൽ സെക്രട്ടറിയാണ്. അതിരൂക്ഷമായ ആക്രമണം കേട്ടല്ലോ. അതായത് ഈ പ്രളയം, ഇവിടെ ദുരന്തം വിതച്ച പ്രളയം, അത് കഴിഞ്ഞിട്ട് കിട്ടാനുള്ള പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ കൊടുത്തിട്ടില്ല. അതുപോലെ പലരും പ്രളയം തകർത്ത ആ വീടുകളിലാണ് ഇന്നും താമസം. സഹായത്തിനായി കാത്തിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന് ഇത്രയും കാലമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പുനർനിർമ്മാണം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറയുന്നു. ചെയ്തിട്ടുണ്ടല്ലോ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു. നമ്മൾ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ ഏറ്റവും അതിവേഗത്തിലാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില കാര്യങ്ങൾ താമസം വരുന്നുണ്ട്, അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നുള്ളൂ. കേന്ദ്ര സർക്കാർ എന്താണ് നമുക്ക് കേരളത്തിന് വേണ്ടി ചെയ്തേക്കണം? പ്രളയവുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് നോക്കാവുന്നതാണ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നടന്നു, എന്തൊക്കെ കാര്യത്തിന് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇതിനു വേണ്ടി സഹായം ചെയ്തു. മോഡിയും മറ്റ് നേതാക്കളും വന്നിട്ട് എന്താ കാണിച്ചിട്ട് പോയത്? ഒരു ഹെലികോപ്റ്ററിൽ പറന്നിട്ട് ഇവിടെ പോയതല്ലാതെ നമ്മുടെ കേരളത്തിൽ എന്ത് സഹായം ചെയ്തു? തകർന്ന റോഡ് അറിയിച്ചാൽ റോഡ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. കാർഷിക തകർച്ച അല്ലെങ്കിൽ കാർഷിക മേഖലയിലെ തകർച്ച, അതിന് കൃത്യമായ റിപ്പോർട്ട് കൊടുത്താൽ അതിന് സഹായം തരാമെന്ന് പറഞ്ഞു. പിന്നെ ധാരാളം ഫണ്ട് അനുവദിച്ചു. ഇതൊക്കെ പോരെ എന്നാണ് അവിടെ നിന്ന് ചോദിക്കുന്നത്.
നമ്മൾ ചോദിച്ചത് 3000 കോടി രൂപ അവരോട് ചോദിച്ചിട്ട് 4600 തന്നല്ലേ പറയുന്നത്. അവർ തന്നു എന്നും പറച്ചിൽ മാത്രമല്ലേ ഉള്ളൂ. നമുക്കെത്ര തന്നു നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കണക്കും കിട്ടിയിട്ടില്ല. തന്നത് എത്രയാണ്? നമുക്കത് തന്നത് 600 കോടി രൂപ. അതിൽ 255 കോടി രൂപ റേഷനിന്റെ തന്നെ എടുത്തിട്ടുണ്ടല്ലോ, മണ്ണെണ്ണയുടെയും. ഇന്ന് ഏറ്റവും തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം കർഷകരുടെ കാര്യം പറഞ്ഞു. മൊറട്ടോറിയം പ്രഖ്യാപിക്കുകയും ചീഫ് സെക്രട്ടറിയോട് അതിന്റെ കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ വെറും നിശ്ചലമായ ഒരു ഗവൺമെന്റ്. ഒന്നും കർഷകരുടെ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പറയാനില്ല. മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ഒരു പിയൂൺ പോലും അനുസരിക്കുന്നില്ല എന്നുള്ളത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ കഴിവുകേടല്ലേ സാർ? രാജ്യം ആര് ഭരിക്കണം, കേന്ദ്രം ആര് ഭരിക്കണം എന്ന് ചോദിച്ചാൽ അദ്ദേഹം രഹസ്യമായോ പരസ്യമായോ പറയുന്ന ഒരു കാര്യമാണ്, അത് കോൺഗ്രസ് ഭരിക്കണം എന്ന് പറയും. അത് സത്യമായ എന്നാ പിന്നെ ഒരു സ്ഥാനാർത്ഥി പൈസ ഇതാ പറയുന്നത്. പിന്നെ ഒരു 20 എന്നുള്ള 10 വീതിച്ചെടുത്താലോ? ബിജെപിയുടെ സുഹൃത്തുക്കൾ പറഞ്ഞു ഒരു ആള് മതിയല്ലോ ഭരിക്കാന്ന് പറഞ്ഞു. രാജ്യത്ത് 545 പാർലമെന്റ് മണ്ഡലമുണ്ട്. അപ്പൊ ഒരാൾ ഭരിച്ചാൽ പോരല്ലോ. പറഞ്ഞു. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ നേരത്തെ പറഞ്ഞൊരു വിമർശനത്തിന് മറുപടി വേണം. ഒന്ന്, നിങ്ങൾ പറഞ്ഞു പാവം കസ്തൂരി രംഗൻ സാറും മാധവ് ഗാഡ്ഗിൽ സാറും എല്ലാം കൂടി വന്നിട്ട് നിങ്ങളെ തോപ്പിച്ചു, അത് പോയി. ഇന്ന് ആ MP, ഇടതുപക്ഷ സ്വതന്ത്രനായ MP ഇവിടെ നിറയെ ഫ്ലക്സ് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു, ഫ്ലക്സ് നിരോധിച്ചിട്ടും ഫ്ലക്സ് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതിൽ നിരത്തിയിരിക്കുന്ന വികസന നേട്ടങ്ങൾ, ഓരോരോ പദ്ധതികൾ UPയുടെ കാലത്ത് ഒരു MPക്കും അങ്ങനെ വീമ്പ് പറയാനാവുമായിരുന്നില്ല. ഇത് ഇടത് MP ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് അവസരമൊരുക്കിയത് ഈ BJP സർക്കാരാണെന്നാണ് BJPയുടെ അവകാശം. കൃത്യമായ മറുപടി പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ BJP ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്നു എന്ന് കരുതിയിട്ട് ഇടുക്കിയിലെ ജനങ്ങളെ അന്യം കണ്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു ഡെമോക്രസിയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അങ്ങനെ ഒരു ഡെമോക്രസിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച ആ ജനാധിപത്യത്തിന്റെ ഒരു പരിണിത ഫലമാണത്. ഞങ്ങളെ മാറ്റി നിർത്താൻ പറ്റില്ല. ഇടുക്കിക്കാരെ ഇവിടെ കൊണ്ടുവന്നു എന്ന് പറയുന്ന വികസനങ്ങളുണ്ടല്ലോ, സെൻട്രൽ റോഡ് ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് 2ാം UPAയുടെ അവസാന പാദത്തിലാണ് ആ പദ്ധതികൾ ഇംപ്ലിമെന്റ് ചെയ്തത്. അതിന്റെ ബെനിഫിഷ്യറിയായി മാറി. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇവിടെ കാടിനോടും മണ്ണിനോടും മലമടക്കുകളോടും പോരാടിയിടുന്ന ദശലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് ഇവിടെ റോഡ് ഉണ്ടാക്കി കൊടുത്തു, പവർ സ്റ്റേഷൻ ഉണ്ടാക്കി കൊടുത്തു, ഇവിടെ മറ്റ് ടെലികോം സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു, സെൻട്രൽ നിരവധിയായിട്ടുള്ള ഓഫീസുകൾ ഉണ്ടാക്കി കൊടുത്തു. ഇതാരാ ഉണ്ടാക്കി കൊടുത്തത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 47 ശേഷം ഉണ്ടാക്കി കൊടുത്തതാണ് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞില്ലേ ഇടുക്കിയില്? നിങ്ങൾ ചേട്ടൻ ഇടമലക്കുടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഒരു സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടോ? നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം അവിടെ ശൗചാലയങ്ങൾ പോലും നിർമ്മിക്കപ്പെട്ടത്. ശൗചാലയം വില കുറച്ച് ശൗചാലയം വില കുറച്ച് കാണുന്ന കാര്യമല്ല. പറയുന്നത് എന്താണെന്നറിയോ? ഈ ശൗചാലയം ഉപയോഗിക്കണമെങ്കിലേ എന്തെങ്കിലും കഴിക്കണ്ടേന്നാണ് ഈ ചോദിക്കുന്നത്. UDFന്റെ മനസ്സിലിരിക്കുന്ന ചേട്ടൻ കണ്ടില്ലേ? UDF അപ്പൊ ഈ 60 കൊല്ലം ഇന്ത്യ ഭരിച്ചിട്ട് ശൗചാലയം ഇവർ കൊടുക്കാത്തതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായില്ലേ? എന്താണ് കുറച്ചു നേരം മൈക്കില്ലാതെ സംസാരിക്കുന്നത്? വികസനത്തെ കുറിച്ച് പറഞ്ഞു, ഫ്ലക്സിനെ കുറിച്ച് പറഞ്ഞു. MP ചെയ്ത ഒരു വികസനം എന്ന് പറയുന്നത് മൂവാറ്റുപുഴയില് ഒരു ജംഗ്ഷൻ ഒരു പുതിയ പേരിട്ട് കൊടുത്തു, വവ്വാൽ ജംഗ്ഷൻ. ഒരു വീട് പണിയണമെങ്കിലും 10-30 ലക്ഷം രൂപ മതി. അവിടെ ഒരു വെയിറ്റിംഗ് ഷർട്ട് വേണമെന്ന് വവ്വാൽ തൂങ്ങി കിടക്കുന്ന പോലെ ഒരു വെയിറ്റിംഗ് ഷർട്ട് വേണമെന്ന് വെച്ചിരിക്കുന്നത് 40 ലക്ഷം രൂപയുടെയാണ്. അതാണ് MP ഫണ്ട് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത്. ആ സ്ഥലത്തിന് ഇപ്പോൾ പറയുന്ന ആളുകൾ വവ്വാൽ ജംഗ്ഷനിൽ ഇറങ്ങണമെന്നാണ് പറയുന്നത്. വീണ്ടും ഞാൻ പറയുന്നു, കയ്യിലിരുന്ന ഇടുക്കി മണ്ഡലം കൊണ്ട് കളഞ്ഞ കോൺഗ്രസ് ഇത്തവണ ഡീൻ കുര്യാക്കോസിന് വോട്ട് ചെയ്യണം എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിൽ? ഡീൻ കുര്യാക്കോസിന് വോട്ട് ചെയ്യണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ഉറച്ച മതേതര ഗവൺമെന്റ് ഈ ഫാസിസ്റ്റ് ഗവൺമെന്റിനെ മാറ്റിക്കൊണ്ട് ഇല്ല, അത് തന്നെയാണ് ജോയ്സ് ജോർജും പറയുന്നത്. ഒരു മതേതര സർക്കാർ ഉണ്ടാവും എനിക്ക് വോട്ട് ചെയ്യണമെന്ന്. പുള്ളി അവിടെ പോയി കൈപൊക്കിക്കൊള്ളാന്ന് പറയുന്നത്. ജോയ്സ് ജോർജ് കൈപൊക്കുന്നത് നേരിട്ട ആളുണ്ടല്ലോ, പിന്നെ ഇനിയിപ്പോ ഇടയാളുടെ ആവശ്യമില്ലല്ലോ. നേരിട്ട ആളുണ്ടല്ലോ, ഇടയാളുടെ ആവശ്യം നമുക്കില്ലല്ലോ. കേരള നിയമസഭയിൽ അക്കൗണ്ട് തുറന്നു, പാർലമെന്റിൽ അക്കൗണ്ട് തുറക്കും ഇവിടുന്ന്. സംശയിക്കേണ്ട ആവശ്യമുണ്ടോ? പാർലമെന്റിൽ ഞങ്ങൾ ഇത്തവണ അക്കൗണ്ട് തുറക്കുമല്ല, അല്ല ബീഫ് കഴിക്കാൻ സമ്മതിക്കോ? അവിടെ തീൻമേശ എന്നൊക്കെ പറയാൻ ശ്രമിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബീഫ് കഴിക്കാൻ സമ്മതിക്കില്ല എന്നാണ്. ഒന്ന് അവതാരകന്റെ ആ ഒരു ചോദ്യത്തിന്റെ ഒരു ശൈലി ശരിയല്ല. അതായത് ബീഫ് നിങ്ങൾ കഴിക്കുന്നുണ്ടോ?
ചേട്ടനോട് കഴിക്കരുതെന്ന് ഏതെങ്കിലും ഒരു BJP-കാരൻ ഏതെങ്കിലും ഒരു സംഘപരിവാരകാരൻ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന പ്രത്യയശാസ്ത്രത്തിലേക്ക് വരാൻ തയ്യാറാ. ഏതെങ്കിലും ഒരു BJP-കാരൻ എനിക്കറിയില്ല. കേരളത്തിൽ നല്ല ബീഫ് കഴിക്കരുതെന്നും ഇതിപ്പോ ഇലക്ഷൻ ആകുമ്പം ഇളക്കി നോക്കണം. ഞങ്ങൾ എന്തിനാണ് BJP നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്ക് NDA മുന്നണിക്ക് വോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നു. ഇവിടെ നമ്മൾ കണ്ടു, ഇവിടെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇവിടെ PJ ജോസഫ് ഒരു ദിവസം പത്രസമ്മേളനം വിളിക്കണം, എനിക്കും സ്ഥാനാർത്ഥിയാവണം. ഇങ്ങനെ സ്ഥാനാർത്ഥി കൊതിയന്മാർ 1 2 പറയട്ടെ 2 കുടുംബാധിപത്യം എന്താ രാജ്യസഭ കഴിഞ്ഞ കോട്ടയത്ത് നമ്മൾ കണ്ടു. രാജ്യസഭ ഒഴിവ് വന്നപ്പം MLA ആയിരുന്ന ആളെ MP ആക്കി നോമിനേറ്റ് ചെയ്യുന്നു. ഒരു ദിവസം വന്നിട്ട് AICC ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രിയങ്ക ഗാന്ധി. എന്ത് രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ പേരിലാണ്? നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഒരു കുടുംബത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കുടുംബത്തിൽ എന്റെ പൊന്നിയേട്ടാ അപ്പനും അമ്മയൊന്നും അല്ല. കണ്ണൂരേക്ക് ഒന്ന് പോയി നോക്ക്. ജീവൻ നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ണൂർ വരെ ഒന്ന് പോയി നോക്ക്. ജീവൻ നഷ്ടപ്പെട്ട നൂറുകണക്കിന് പ്രവർത്തകരുണ്ട്. ഇങ്ങനെയുള്ള നിങ്ങളുടെ കണ്ണൂർ കാസർഗോഡ് കണ്ടു 2 യുവാക്കൾ കൊല്ലപ്പെട്ടു. ഇത് ഒരു കുടുംബത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒറ്റ സുപ്രഭാതത്തിൽ നേരം വെളുത്തപ്പോ AICC ജനറൽ സെക്രട്ടറി. ഇങ്ങനെയുള്ള കുടുംബാധിപത്യങ്ങൾ തകരണം. BJP നമ്മൾ മനസ്സിലാക്കണം. ഫ്ലെക്സ് ബോർഡുകളിൽ ടോൾ ഫ്രീ നമ്പർ കൊടുത്തിട്ട് ടോൾ ഫ്രീ നമ്പറിൽ മിസ്ഡ് കോൾ അടിച്ച് മെമ്പർഷിപ്പ് ചേർക്കണ പാർട്ടിയാ BJP. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകർ കേട്ടോ ഈ ഡിജിറ്റൽ ലോക രാജ്യങ്ങൾ മുഴുവൻ ബഹുമാനിക്കുന്ന റെസ്പെക്ട് ചെയ്യുന്ന രാഷ്ട്രപിതാവിനെ പോലും ഈ BJP-യുടെ ഭരണകാലത്താണ് സ്റ്റാച്യു വെച്ചിട്ട് വെടിവെക്കുകയും. എന്തായാലും ഇടുക്കിയിലെ ചിത്രം വ്യക്തമാണ്. നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചു പിടിക്കും. കേന്ദ്രത്തിലെ ഭരണമാറ്റത്തിന് വേണ്ടി ഇടനിലക്കാരില്ലാതെ തിരിച്ചു പിടിക്കും എന്ന ഉറച്ച ആത്മവിശ്വാസത്തിൽ കോൺഗ്രസ്. ഒരു മാറ്റത്തിന് സമയമായെന്ന് BJP-യും സമ്മതിക്കുന്നു. അത് കേന്ദ്ര ഭരണത്തിലല്ല, ഇവിടെ നിന്ന് ജയിച്ചു പോകുന്ന MP-മാരുടെ കാര്യത്തിൽ മാറ്റം വേണം. അതിൽ തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ഇക്കുറി പാർലമെന്റിലേക്കും ഇവിടെ നിന്ന് ഒരു BJP NDA പ്രതിനിധി ഉണ്ടാകും എന്നുള്ള ആത്മവിശ്വാസം BJP-യും പ്രകടിപ്പിക്കുന്നു. ഉറക്കെ ഉച്ചത്തിൽ ഇലക്ഷൻ സ്പെഷ്യൽ അവസാനിക്കുന്നില്ല. മറ്റൊരു മണ്ഡലത്തിലെ വിശേഷവുമായി തിരിച്ചെത്താം. നമസ്കാരം.